അപ്പൊ നിങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കലാകാരനെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്? അതല്ലേ പറ, പല സ്ഥലത്തും ചാൻസ് പോയെന്ന്. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് അതൊരു വിഷമായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ സിനിമയിൽ ഇത്രയും ചെയ്തിട്ടും ശ്രദ്ധിക്കപ്പെടുന്നില്ല, പക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ജനങ്ങൾക്ക് പൈസ കൊടുത്ത് പഠിക്കാൻ പോയ ഒരാളാണ്, എന്നിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെയാണ് നിങ്ങളത് കാണുന്നത്? ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നാറുണ്ട്, കരച്ചിലൊക്കെ വരാറുണ്ട്. ചില രാത്രികളിൽ നമ്മൾ ഇങ്ങനെ ആലോചിക്കും, നമ്മൾ ഇത്രയും ഫീൽഡിൽ പഠിച്ചിറങ്ങിയപ്പോഴും നമുക്ക് നല്ലൊരു സിനിമയിൽ എത്താൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോജു ജോർജൊക്കെ വന്ന വഴി പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് ഞാൻ കാണാറുണ്ട്. പുള്ളിയൊക്കെ ഒരു 10-40 വയസ്സ് കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് നല്ല വേഷങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് അത്ര ആയിട്ടില്ല. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്? എനിക്ക് 100% വിശ്വാസമുണ്ട്. ഞാൻ ഒരു കാര്യം തന്നു ഞാൻ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് നമ്മളെ പറഞ്ഞില്ലേ, എത്തേണ്ട സമയത്ത് എത്തും, അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഞാൻ വിഷ്ണുമായ ഭക്തനാണ്. നമുക്ക് ഈ പൊന്നുണ്ണിമായ എല്ലാം പെട്ടെന്ന് തരില്ല, പയ്യെ തരുള്ളൂ. ആ ഒരു വിശ്വസിക്കുന്ന ഒരാളെ. ഏതമ്പലത്തിലാണ് പോവാറ്? ഞാൻ വിഷ്ണുമായ അമ്പലത്തിൽ. എവിടെയാണ്? ഞാൻ തൃശ്ശൂര് പോവാറുണ്ട്, ദേവർമഠത്ത്. ഇവിടെ നമ്മുടെ തൃശ്ശൂർ ആവണങ്ങാട് അവിടെ എല്ലാ പ്രാവശ്യം നമുക്ക് പോകാൻ ദൂരം കൂടുതലായതുകൊണ്ട് ഇപ്പൊ തൽക്കാലം വൈറ്റില, ദേവർമഠം അല്ലെങ്കിൽ കാളിയാർമഠം, അരൂര്, ഈ 3 സ്ഥലങ്ങളിൽ മുടങ്ങാതെ വെള്ളിയാഴ്ച പോകുന്ന ഒരു ഭക്തനാണ്. ഇപ്പൊ സിനിമാക്കാര് കൂടുതലും വിഷ്ണുമായ ഭക്തന്മാരാവുന്നതായിട്ട് ഞാൻ കണ്ടു. വിഷ്ണുമായ ഭക്തന്മാരാണ് പല സിനിമാ നടന്മാരും ഞാനിവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ആളുടെ പേരൊന്നും പറയല്ല. നമ്മൾ പല വീഡിയോസ് ഇപ്പൊ വിഷ്ണുമായയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അത് എന്താ പറയാ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അത് ചാത്തൻ, വിഷ്ണുമായ എന്നൊരു ചാത്തൻ സ്വാമിയെ, പുള്ളിയുടെ കൂടെ പുള്ളിയുടെ ഇത് നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തരും. പക്ഷെ അത് പെട്ടെന്ന് തരില്ല, നമുക്ക് പയ്യെ തരുള്ളൂ. അങ്ങനെ ഒരാൾ വിശ്വസിക്കുന്ന. ഭയങ്കര ഭക്തനാണോ? ഞാൻ വർഷങ്ങളായി അവിടെ പോകാൻ തുടങ്ങിയിട്ട്. ആ ഒരു അമ്പലത്തിൽ മാത്രമേ പോകാറുള്ളൂ, വേറെ എവിടെ പോകാറില്ല. ഇപ്പൊ നിങ്ങൾ ഒരുപാട് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിൽ ഭയങ്കര വിവാദം അല്ലെങ്കിൽ വൈറലായ ഒരു കണ്ടന്റാണ് അലിൻ ജോസ് പെരേരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച ഒരു സംഭവം. അതെ. ആ ഒരു കണ്ടന്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ആ കണ്ടന്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സുരേഷ് ഗോപിയുടെ പടം റിലീസാ, മനസ്സിലായ? ഏതാണ് പടത്തിന്റെ പേര് പറഞ്ഞു? JSK റിലീസാ. അപ്പൊ ഞാൻ പെരേരനോട് പറഞ്ഞു, പെരേര ഇന്ന് JSK റിലീസാണ് എന്ന് പറഞ്ഞു. രാവിലെ വിളിച്ചപ്പോ പോകുന്നുണ്ടാന്ന് വെച്ച്. അപ്പൊ പറഞ്ഞു, എടാ നമുക്ക് അതിലും വലിയ കത്തിക്കളി ഇന്ന് കത്തിക്കണമെന്ന് പറഞ്ഞു. പെരേര പറഞ്ഞു. അപ്പൊ ഒരു 10-11 മണിയായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എവിടെ ഉണ്ടെന്ന് വെച്ചു. പെരേര. ഞാൻ വീട്ടിലുണ്ടാന്ന് പറഞ്ഞു. നീ വീട്ടിലേക്ക് വന്ന് പറഞ്ഞു. നേരെ വീട്ടിലേക്ക് വന്ന് നേരെ വയറ്റിലേക്ക് പോയി. അപ്പൊ ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു, ചെറിയൊരു സാധനമുണ്ട്, പടം ആൾക്കാർ ഇറങ്ങി വന്നത് മുമ്പ് നമ്മുടെ സാധനം പൊട്ടിക്കണമെന്ന് പറയും. ഞാൻ എന്താ കാര്യം, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് നേരെ വയറ്റിലേക്ക് പോയി സാധനം മേടിച്ച്. അന്ന് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച അല്ലേ, കല്യാണ വീഡിയോ ആയിരുന്നു. സിനിമ ഇറങ്ങിപ്പോയത് എന്തിനാടാ കൊന്നിട്ട് എന്ന് ഞാൻ ചോദിച്ചവനോട്. അപ്പൊ പറയാ, ഞങ്ങൾ അനാഥരല്ല എന്നാണ് അവൻ പറയണ, ഞങ്ങൾ കുട്ടകളാ. അപ്പൊ അവൻ എന്ത് ചെയ്ത്, ഈ സാധനം അറിയാലേ, വയറ്റിലേക്ക് പോയി പൂമാല മേടിച്ച് പടപെടാന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു. നേരെ കുട്ടീനെ വിളിച്ച് നേരെ അവിടെ ചെന്ന്. അപ്പൊ ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ട്, മീഡിയക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ ആർക്കും വരാൻ പറ്റില്ല, എല്ലാവരും JSKയുടെ പറയില്ല. അപ്പൊ നമ്മുടെ ICG മീഡിയയാണ് നമ്മളെ സഹായിച്ചത്. ICG മീഡിയ മാത്രം വന്നുള്ളൂ. അത് വന്ന് പുള്ളിക്കാരൻ വന്ന് വീഡിയോ എടുത്ത് സാധനം എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 7 മില്യനാ എങ്ങാണ്ടാ കയറിപ്പോയ ഞങ്ങള്. അത് ശരിയായിരുന്നു തോന്നുന്നുണ്ടോ? അത് ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് വിമർശനങ്ങൾ വന്നായിരുന്നു അതിനെ പറ്റിയിട്ട് തന്നെ. അതിനെക്കുറിച്ച് സുഹൃത്തുക്കൾ വരെ ഒരുപാട് വീഡിയോസ് ചെയ്തു. സുഹൃത്തുക്കൾക്കൊക്കെ വേറെ പണിയില്ലാത്തതുകൊണ്ടാണ്. അവരൊക്കെ സത്യം പറഞ്ഞാൽ എന്നെക്കാട്ട് മുമ്പ് വന്നാണ് ഈ അലൻ ജോസ് പെരേര, ആറാട്ടണ്ണന്റെ കൂടെയൊക്കെ ഇവര് വന്നിട്ട് ഇവരൊന്നും ക്ലിക്ക് ആവണില്ല. എന്തൊക്കെ ചെയ്തിട്ടും വിവാദങ്ങളും മനസ്സിലായി. ഞാനിവരുടെ കൂടെ ഇന്ന് പെണ്ണേഴ്സിനൊന്നും പെട്ടിട്ടൊന്നുമില്ല. ഞാനിപ്പോ ഇവരുടെ കൂടെ നിൽക്കുമ്പോഴും ഇവരൊക്കെ ആദ്യമേ നിൽക്കുമ്പോൾ എന്തോ പെണ്ണേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അറിയാമല്ല, ഭയങ്കര കരച്ചിലും ബീച്ചിലേക്ക് ആയിരുന്നു. ഞാനിവരുടെ കൂടെ നിന്നിട്ട് പെണ്ണേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ നേരെ വളഞ്ഞു പോകുന്നുള്ള സംഭവമാണ് നമ്മുടെ. അതായത് ഞാൻ വന്നതിന് മുമ്പ് ഇവരുടെ കൂടെ ഉണ്ടായതാ. അന്നെന്ന് വെച്ചാൽ ഈ അലൻ ജോസ് പെരേരയൊക്കെ ഇട്ട് അറിയാലോ, ഇപ്പൊ ബ്രൈറ്റ് ആയാലും ഭയങ്കര ബ്രൈറ്റിനെയൊക്കെ വഴിയിലിട്ട് തെറി പറഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞതാ. അല്ല, ഇവന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കൂടെ സത്യം പറയാ പെരേര ഒരു കാര്യം പറയും. ഞാൻ വന്നപ്പോഴാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഞാനാണ് ആദ്യമേ പിടിക്കാൻ തുടങ്ങിയത്. ഇത് കണ്ട് പിടിക്കാൻ തുടങ്ങി ആർത്തി മൂത്തിട്ട് ഇവന്മാര് വന്നു. ഇപ്പൊ ഈ ബ്രൈറ്റും മറ്റവരൊക്കെ ഞങ്ങൾ പരിപാടി ബർത്ത്ഡേ വിഷ് ചെയ്യണം, മറ്റേത് ചെയ്യണം. ഇത് ആദ്യം പിടിക്കാൻ തുടങ്ങിയതും എന്റെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവര് മെസ്സേജും കാര്യങ്ങളൊക്കെ ഇട്ട്. അപ്പൊ പിന്നെ ഞാനിവിടെ കല്യാണ പരിപാടിക്കാൻ പോകില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇവര് ബ്രൈറ്റ് കല്യാണ പരിപാടിക്കാൻ പോകാറില്ല. എന്നെ കുറെ പേര് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോകാനായിട്ടാണ്. എനിക്ക് ആര് ഒരു
ഒരു താല്പര്യമില്ല. ഈ കല്യാണം വീട്ടിൽ നമ്മളൊരു വിളിക്കാത്ത ഒരു പരിപാടിക്ക് അത് വിളിച്ചിട്ടാണല്ലോ പോകുന്നത്. വിളിച്ചിട്ട് വെച്ചാല് അവിടെ ചെന്ന് നമ്മളവിടെ ചെന്ന് കോമാളിത്തരം കണ്ട് ഡാൻസ് കളിക്കണം പിടിക്കാൻ പറയും. പാട്ടോടാൻ അറിയാമോ? എനിക്കാ ആ പാട്ടോട് അറിയാം. അല്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. അല്ല എന്നാലും താല്പര്യമില്ല എന്നിട്ടാ, വേറെ ഒന്നുമല്ല. നമ്മളൊരു എന്താ പറയാ, ആ കല്യാണം വീട്ടിൽ പോയിട്ട് ഒരു കോമാളി ഇമേജ് ഓൾറെഡി ആറാട്ടണ്ണൻ ജോസ് പെരേരയും അത് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടില്ല. കോമാളിത്തരാണെന്നാണോ പറയുന്നത്? പിന്നെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ അവര് പറയണ പോലെ തുള്ളുന്നത് കോമാളിത്തരല്ലേ? ശരിയല്ലേ? നമ്മളൊരു കല്യാണം വീട്ടിൽ ചെന്ന് ജസ്റ്റ് ഒരു കൈ കൊടുത്ത് പോകാൻ ഞാൻ പഠിച്ചേക്കണ്. അല്ല അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിക്കുക അങ്ങനെ കാണിക്കുക, ആ പരിപാടി നമുക്ക് പറ്റൂല. അല്ല ഞാൻ പറയാം, ഞാൻ പെട്ടെന്ന് അതായത് എനിക്ക് തോന്നുന്നു ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഈ പറയുന്ന വിളിക്കുന്നത് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മളോട് അത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ട് ഇപ്പൊ ഈ പെരേര ആറാട്ടണ്ണന്റെ കൂടെ ഉള്ളവരാണ് ഈ ബ്രൈറ്റ് ആയാലും വിനീത് ആയാലും മറ്റേ ഒരുപാട് പേരുണ്ടല്ലോ, അവരൊന്നും വൈറലായിട്ടില്ല. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ നിന്ന് പെട്ടെന്നാണ് അതായത് അവരെയൊക്കെ ചവിട്ടി ഞാൻ കയറി. അതായത് അവരെക്കാട്ടും കൂടുതൽ വൈറലായത് ഞാനാ. പല കാര്യങ്ങളും ചെയ്ത് കണ്ടന്റും ചെയ്ത് ഞാൻ വൈറലായത്. ബോഡി ഗാർഡാണെന്ന് പറഞ്ഞു. അത് ആദ്യത്തെ വൈറൽ വീഡിയോ അല്ലേ അത്? അതൊരു മീഡിയക്കാരനല്ലല്ലോ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. അതെ, മറന്നുപോയാ? അല്ല എനിക്കറിയില്ല. മീഡിയക്കാരനെ ചെയ്യിപ്പിച്ചത്. അതായത് പെരേര വരുമ്പോ ഫസ്റ്റ് വീഡിയോ അതാ, പെരേര വരുമ്പോ മാറെന്ന് പറയാം. അപ്പൊ ആരും പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ അതോ മീഡിയക്കാർ പറഞ്ഞിട്ട് ചെയ്യുന്നത്? അതിലാണ് ഫസ്റ്റ് വൈറലാവുന്നത്, ബോഡി ഗാർഡ് എന്നും പറഞ്ഞു. അപ്പൊ താങ്കൾ എനിക്ക് തോന്നുന്നു അഭിലാഷായിട്ട് ഈ പറയുന്ന ബോഡി ഗാർഡാണ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പെരേരയോടൊപ്പം ഉണ്ടായിരുന്നത്. അതെ 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 അതെ. അതിനുശേഷം ആള് പോയതിനു ശേഷം താങ്കളെ കൊണ്ട് ആള് പോയിട്ടൊന്നുമില്ല, ആളിപ്പോഴും ഉണ്ട് കൂടെ. അല്ല എനിക്ക് തോന്നുന്നു ഒരിടയ്ക്ക് മാറി നിന്നിരുന്നല്ലോ. ഒരിടക്ക് മാറി വെച്ചാൽ ഇവര് ഈ പ്രോഗ്രാമിന് മുമ്പ് പെരേരക്ക് പൈസ കിട്ടണല്ലോ. ഈ അഭിലാഷ് പൈസ മേടിച്ചെടുക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായി. ഞാനെന്ന് വെച്ചാൽ ഒരു വർക്ക് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1000 രൂപ മേടിക്കും എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ മേടിക്കാറില്ല. പക്ഷെ ഈ കൂടെ ഉള്ളവര് ഭയങ്കരമായിട്ട് 3000-4000 ഒക്കെയാണ് പകുതി പൈസയൊക്കെയാണ് പ്രോഗ്രാമിന് പോകുമ്പോൾ മേടിക്കണം. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പാടില്ലെന്ന് വെച്ച്. പക്ഷെ എനിക്ക് കല്യാണ പരിപാടി താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ നിൽക്കാത്തത്. ഈ കൂടെ ഉള്ളവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ വൈറലായി. ഇവന്റെ കൂടെ നിന്ന് ഇവരൊക്കെ തലകുത്തി മാറിയിട്ടും ആവണില്ല. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ നിന്ന് പെട്ടെന്ന് വൈറലായത്. അപ്പൊ അതിന്റെ ഒരു അസൂയ ഓൾറെഡി കാണുമല്ലോ. ഞാനത് മൈൻഡ് ചെയ്യാറില്ല അവന്മാരെ. പിന്നെ കൂടുതൽ ഞാൻ അവന്മാരെ പറ്റി ഒന്നും പറയാറില്ല. കാര്യം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ എന്നെ പറ്റി പറയും. ഞാൻ പിന്നെ കൂടുതൽ അങ്ങനെ പറച്ചില് കുറവാ.